അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിഖുൽ മുസ്ലിമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ സ്വർണത്തിന് അഡ്വാൻസ് പണമടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞപ്പോൾ അതിൽ ചില ആളുകൾക്ക് ന്യായമായ ചില സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഉസ്താദെ, നമ്മുടെ ആ എപ്പിസോഡിൽ നമ്മുടെ ഒരു സ്വർണം നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങാൻ കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റുമോ എന്നുള്ളത്, ഒരാൾക്ക് സ്വർണം ആവശ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ വിവാഹം ചെയ്യുന്ന ആ സന്ദർഭത്തിലേക്കാണ്. ഒരു 10 വർഷത്തിന് ശേഷമൊക്കെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മകൾ ചിലപ്പോൾ വിവാഹിതയാകുന്നത്. ആ സന്ദർഭത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ജ്വല്ലറിയിൽ കൊണ്ടുപോയി പണമടക്കുക, ഇത് ഇസ്ലാമിൽ അനുവദനീയമാണോ? അല്ല എങ്കിൽ എന്താണ് അതിനൊരു പ്രാമാണികമായ തെളിവ് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. ബിസ്മില്ലാഹി റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാല. സാധാരണ പറയപ്പെടാറുണ്ട്, അൽ ഇൻസാനു അദുവ്വു മാ ജഹിൽ, മനുഷ്യൻ അവൻ അറിയാത്തതിൻ്റെ ശത്രുവാണ് എന്ന്. ഇത് ഇസ്ലാമിക വിഷയങ്ങളിലും ബാധകമാണ്. അപ്പോൾ ആളുകൾ കള്ളുകൂടി ഹറാമാണ് എന്ന് പറഞ്ഞ ആളുകൾക്ക് തെളിവൊന്നും ആവശ്യം വരില്ല. പലിശ ഹറാമാണ്, ബാങ്ക് പലിശ ഹറാമെന്ന് തെളിവൊന്നും ആവശ്യം വരില്ല. ഇങ്ങനെ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു കാര്യം പാടുണ്ടോ പാടില്ലേ, അനുവദനീയമാണോ അനുവദനീയമല്ലേ എന്നൊക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനം ഖുർആനും ഹദീസും അതിൻ്റെ രണ്ടിൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ താരതമ്യം ചെയ്തിട്ട് കണ്ടെത്തിയിട്ടുള്ള വിധികളുമാണ്. ഇവിടെ സ്വർണം ഇടപാടുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ പ്രത്യേകമായ നിയമങ്ങളാണുള്ളത്. മറ്റുള്ള സാധാരണ വസ്തുക്കളുടെ കൈമാറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്വർണം തുടങ്ങി 6 വസ്തുക്കൾ, ഇതിന് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ അൽ അസ്നാഫു സിത്ത എന്നാണ് പറയുക. ആളുകൾക്ക് വിശദമായിട്ട് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് പഠിക്കാൻ കൂടിയിട്ടാണ് ഞാനിത് പറയുന്നത്. ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ്, ഈ 6 ഐറ്റം എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി, ഗോതമ്പ്, ബാർലി, ഈത്തപ്പഴം, ഉപ്പ്. ഇതിന് അസ്നാഫു സിത്ത എന്നാണ് പറയുക. 6 ഇനങ്ങൾ. എന്താ കാരണം? ഈ 6 ഇനങ്ങൾ കൈമാറുമ്പോൾ, വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴൊക്കെ പ്രത്യേക നിയമമാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസാണ് ഇതിൻ്റെ ബേസ്. ഈ 6 ഇനങ്ങൾക്കും ഒരേ നിയമമാണ്. ഒരേ നിയമം എന്നാൽ അത് പറയാം. ഞാൻ ഹദീസിൽ പറയുന്നത് ഇതാണ്: അദ്ദഹബു ബിദ്ദഹബി വൽ ഫിദ്ദത്തു ബിൽ ഫിദ്ദത്തി വൽ ബുർറു ബിൽ ബുർരി വശ്ശഈറു ബിശ്ശഈരി വത്തമ്രു ബിത്തമ്രി വൽ മിൽഹു ബിൽ മിൽഹി. എന്നൊരു ഹദീസിൽ പറയുകയാണ്. ഇത് ഹദീസ് എന്നെ കൃത്യമായി കേൾപ്പിക്കുന്നത് ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? സ്വർണത്തിന് പകരം സ്വർണം, വെള്ളിക്ക് പകരം വെള്ളി, പിന്നെ പറഞ്ഞത് ഗോതമ്പിന് പകരം ബുർറ് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പകരം ഗോതമ്പ്, ഷൈറു ബിഷൈരി ബാർലിക്ക് പകരം ബാർലി, വത്തമ്രു ബിത്തമ്രി ഈത്തപ്പഴത്തിന് പകരം ഈത്തപ്പഴം, വൽ മിൽഹു ബിൽ മിൽഹി ഉപ്പിന് പകരം ഉപ്പ്. ഇതാണ് 6 ഐറ്റംസ്. ഇത് കൈമാറുന്നതിനെ പറ്റി പറയുകയാണ്. മിസ്ലം ബി മിസിലിൻ സവാഅം ബി സവാഇൻ യദം ബിയത്. ഇവ തമ്മിൽ കൈമാറുമ്പോൾ മിസ്ലം ബി മിസിൽ ഒരേ മാതിരി, ഒരേപോലെ, സവാഅൻ ബി സവാ തുല്യമായി, യദം ബിയത് ഓൺ ദ സ്പോട്ടിൽ, കയ്യോടെ. എന്നിട്ട് കേട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഫൈദ ഇഖ്തലഫത് ഹാദിഹിൽ അസ്നാഫ്, ഇവ ഈ 6 അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ ഫബീഉ കൈഫ ശിഅ്തും, ഏറ്റക്കുറച്ചിലോടെ നിങ്ങൾക്ക് വിൽക്കാം. പക്ഷേ അപ്പോൾ ഒരു നിബന്ധന ഉണ്ട്: ഇദാ കാന യദം ബിയത്, കയ്യോടായിരിക്കണം. ഉദാഹരണം പറയാം. നിങ്ങളുടെ അടുത്ത് അജുവ ഈത്തപ്പഴം ഉണ്ടെന്ന് വിചാരിക്കുക. ഏറ്റവും മുന്തിയ ഈത്തപ്പഴം എന്നാണ് പറയുന്നത് കേൾക്കുന്നത്. അത് അവിടെ ഉള്ളവർക്ക് കൂടുതൽ അറിയാം. 1 കിലോന് 1000 രൂപ കണക്ക് കൂട്ടാം, എനിക്ക് വില അറിയില്ല. സാധാ ഈത്തപ്പഴം ഉണ്ട് എൻ്റെ കയ്യിൽ, അതിന് കിലോന് ഒരു 300 രൂപയെന്നും കൂട്ടുക. നമ്മളെ നാട്ടിലെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ബസ്മതി അരിയുണ്ട്, എൻ്റെ കയ്യിൽ കുറുവ അരിയുണ്ട്.
അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഇവിടെ ഈ കമഹ് ഗോതമ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അരിയായി മാറും. അത് മുഖ്യ ആഹാരം, അതിനോട് തുല്യമായത് 6 ഐറ്റങ്ങളും അതേ ഗണത്തിൽ പെടുന്നവയും അതാണ് ഖിയാസ് എന്ന് പറയാം. അപ്പം 1 കിലോ ബസ്മതി അരിക്ക് 120 രൂപ എന്ന് കൂട്ടുക. 1 കിലോ കുറുവ മട്ട അരിക്ക് 40 രൂപയാണെന്ന് കൂട്ടുക. അപ്പോൾ എത്ര കിലോ അരിൻ്റെ വിലയാണ്, മട്ട അരിൻ്റെ വിലയാണ് 1 കിലോ ബസ്മതി? 3 കിലോ. ആ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 1 കിലോ ബസ്മതി അരി തന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതിന് പകരം എനിക്ക് 3 കിലോ മട്ട അരി കൊണ്ടാ എന്ന് പറഞ്ഞ് കൈമാറിയാൽ അത് പലിശയാണെന്ന്. 1 കിലോ അജുവ ഈത്തപ്പഴത്തിന് 900 രൂപയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 1200 രൂപയെന്ന് വിചാരിക്കുക. സാധാ ഈത്തപ്പഴത്തിന് ഒരു 400 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ 3 കിലോ അജുവ, അല്ല 1 കിലോ അജുവക്ക് 3 കിലോ സാധാ നിലവാരത്തിലുള്ള സുക്കരി എന്നൊക്കെ പറയുന്നത് ഈത്തപ്പഴം കൈമാറിയാൽ അത് ഹറാമാണെന്നാണ്. അതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് ക്ലിയർ ഒരേ മാതിരിയുള്ള ആകുമ്പോൾ കേട്ടോ. ഇനി സ്വർണവും വെള്ളിയുമാണ് കൈമാറുന്നതെന്ന് വെക്കുക. അപ്പോൾ ഇനം മാറി. ഇഖ്തലഫത്ത് ഹാജിഹിൽ അസ്നാഫ്. സ്വർണവും വെള്ളിയും കൈമാറുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 1 ദീനാർ സ്വർണത്തിന് 10 ദിർഹം തരണം നിങ്ങൾക്ക് പറയാം. നിങ്ങളടുത്ത് ദീനാറാണുള്ളത്, സ്വർണ്ണമാണുള്ളത്, എൻ്റെ കയ്യിൽ ദിർഹമാണുള്ളത്. ഈ സ്വർണം ഞങ്ങൾക്ക് വിൽക്കാം, പക്ഷേ 10 ദിർഹം വെള്ളി തരണം. നിങ്ങൾക്ക് വേണമെങ്കിൽ 20 എന്നും പറയാം. അപ്പോൾ ഏറ്റക്കുറച്ചിൽ അവിടെ പറ്റും. പക്ഷേ അപ്പം എന്തും ഒരു നിബന്ധനയുണ്ട്. ഇതാക്കാന യദം ബിയദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കയ്യോടെ ആയിരിക്കണം. ഈ ഹദീസാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കണ്ടല്ലോ, ഹദീസ് എവിടെ, തെളിവ് എവിടെ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. വേറെ ഹദീസുകൾ ധാരാളം ഉണ്ട്. ഞാൻ ഒന്ന് പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട ഹദീസ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ ചുരുക്കം ഞാൻ പറയാം. ഈ പറഞ്ഞ വസ്തുക്കൾ ഒരേ ഇനം കൈമാറുകയാണെങ്കിൽ, അഥവാ സ്വർണത്തിന് സ്വർണം, വെള്ളിക്ക് വെള്ളി, അരിക്ക് അരി, ഗോതമ്പിന് ഗോതമ്പ്, ഈത്തപ്പഴത്തിന് ഈത്തപ്പഴം, ഒരേ ഇനങ്ങൾ കൈമാറുകയാണെങ്കിൽ പ്രധാനമായി 2 നിബന്ധനകളുണ്ട്. 1 അത്തസാവി, 2 അത്തക്കാബുൾ. തസാവി എന്ന് പറഞ്ഞാൽ 1 കിലോ 1 കിലോ, 1 കിലോ ബസ്മതിക്ക് 1 കിലോ മട്ട, 1 കിലോ അജുവക്ക് 1 കിലോ സുക്കരി. ഇങ്ങനെ തന്നെ ആവണം. ഒരേ ഇറ്റം കൈമാറുകയാണെങ്കിൽ. ഇനി സ്വർണവും വെള്ളിയും ആണെങ്കിലോ രണ്ടും രണ്ടെണ്ണമായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലോടെ വിൽക്കാം. അപ്പോൾ ഒരു നിബന്ധന ബാക്കിയുണ്ട്. അതേതാ? കയ്യോടെ ആയിരിക്കണം. ഇവിടെ സ്വർണം കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അന്നത്തെ ദീനാറിന് പതിനാണ് ഇന്നത്തെ കറൻസി. അപ്പോൾ സ്വർണം കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ എന്തായി? ഒരേ സ്വർണവും വെള്ളിയും കൈമാറുന്ന പോലെ, അന്ന് ദീനാറും ദിർഹമും തമ്മിൽ കൈമാറുന്നത് പോലെയാണ് ഇന്ന് കാശും കൊടുത്തു വാങ്ങും. ഇന്ന് നമ്മളെ രൂപയും, അതായത് ഡോളറും യൂറോയും റിയാലും കൊടുത്തിട്ട് സ്വർണം വാങ്ങുന്നത്. ഒന്ന് സ്വർണം, മറ്റേത് വെള്ളിക്ക് പകരം ഇന്ന് ഉപയോഗിക്കുന്ന കാശായിരുന്നു മാത്രം. അപ്പോൾ ഏറ്റക്കുറച്ചിൽ പ്രശ്നമല്ല. പക്ഷെ എന്ത് വേണം? ഉടനെ തന്നെ വോട്ടിൽ കൈമാറണം. ഇത് ഞാൻ പറഞ്ഞല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്. ഇത് മുസ്ലിം ലോകത്ത് 4 മദ്ഹബിൻ്റെയും വീക്ഷണം ഇതാണ്. ആധുനിക പണ്ഡിതന്മാരുടെയും ആധുനിക ഫത്വ കൗൺസിലുകളുടെയും ഒക്കെ വീക്ഷണം ഇതാണ്. എന്ന് വെച്ചാൽ 4 മദ്ഹബിൻ്റെയും ഏകകണ്ഠമായ വീക്ഷണം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയം. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അറിയില്ല. സർവ്വവ്യാപകമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, അത് കൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ബസ്മതി ഉള്ള ഒരാളും പിന്നെ കുറവുള്ള ഒരാളും നമുക്ക് തന്നെ അറിയാം രണ്ടും തുല്യമല്ല. എന്താ ചെയ്യുക? അതിലൊരു അനീതി ഇല്ലേ ചോദ്യം സ്വാഭാവികമാണ്. ഏത് ചോദ്യം ചോദിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ലല്ലോ. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അതിനെന്ത് പറഞ്ഞിട്ടുണ്ട്? ഒരു വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സഹാബി ഖൈബറിലെ സക്കാത്തുകൾ കളക്ട് ചെയ്യും. അങ്ങനെ സക്കാത്ത് കളക്ട് ചെയ്ത് മദീനയെ കൊണ്ടുവന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അകുല്ല തമ്ര ഖൈബറ ഹക്കദ? ഖൈബറിലെ ഈത്തപ്പഴം മൊത്തം ഈ ബെസ്റ്റ് ക്വാളിറ്റി ആണോ? അപ്പോൾ ഈ സഹാബി പറഞ്ഞു, അബൂ ത്വൽഹാണെന്ന് തോന്നുന്നു, യാ റസൂലല്ലാഹ്, നബീഉ അസ്സാഅ ബിസ്സാഅനി
വസ്സാഇനി ബിസ്സലാസ. നേരത്തെ പറഞ്ഞ പോലെ 1 കിലോ ബസ്മതി കൊടുത്ത് ബസ്മതിക്ക് പകരം 3 കിലോ മട്ട അരി കൊടുത്തിട്ട് കുറുവ അരി കൊടുത്തിട്ട് 1 കിലോ ബസ്മതി വാങ്ങുന്നതാണ് എന്ന് പറയുന്നത് പോലെ മുന്തിയ ഇനം ഈത്തപ്പഴം ഞങ്ങൾ പഴയത് കുറച്ച് അധികം കൊടുത്തിട്ട് മുന്തിയത് കുറച്ച് വാങ്ങിക്കും. അതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ആയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഫ്അൽ, അങ്ങനെ ചെയ്യരുത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ബിഇൽ ജമാ ബിദ്ദറാഹിമി വശ്ശരി ബിദ്ദറാഹിമി ജനീബ. പഴയ അല്ലെങ്കിൽ ബെസ്റ്റ് ലോ ക്വാളിറ്റി താണ ഇനം ഈത്തപ്പഴം ആദ്യം വിൽക്കുക. എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള മട്ട അരി ഞാൻ നിങ്ങൾക്ക് വിൽക്കുക, 3 കിലോ മട്ട അരി നിങ്ങൾക്ക് 120 ഉറുപ്പ്യക്ക് വിൽക്കുക. അപ്പോൾ നിങ്ങൾ 120 ഉറുപ്പ്യ എനിക്ക് തന്നു. എന്നിട്ട് ഈ 120 ഉറുപ്പ്യാണ് എന്താക്കുക, കിട്ടുന്ന മുന്തിയ ഇനം 10 കിലോ ബസ്മതി നിങ്ങളോട് വാങ്ങാം. ഈ പറഞ്ഞതിൽ ഒരുപാട് സാമ്പത്തിക തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആധുനിക സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്ന ആളുകൾക്ക് ഇപ്പറഞ്ഞതിലെ യുക്തി വളരെ വ്യക്തി മനസ്സിലാവും. അത് എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല. എന്താണ് അതും ഇതും ഒന്നല്ലേ എന്ന് ഒരാൾക്ക് ചോദിക്കാം. പക്ഷേ ഒന്നല്ല, അതിലൊരുപാട് യുക്തികൾ അടങ്ങിയിട്ടുണ്ട്. ഇനി ഈ മറുപടി കേട്ടിട്ട് ആളുകൾ ചോദിക്കുമ്പോൾ നമുക്കതിനെപ്പറ്റി അപ്പോൾ വിശദീകരിക്കാം. ചുരുക്കി പറഞ്ഞാൽ സ്വർണം ഇടപാടിൽ കാശ് കൊടുത്തിട്ട് സ്വർണം വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന കാശിന് എത്രയാണോ വില ആ സ്വർണത്തിന് അത് അപ്പോൾ തന്നെ കബിള് നടന്നിരിക്കണം. അവിടെ വൈകുന്നത് അവസ്ഥ ഉണ്ടായാൽ അതിന് റിബൽ ഫളിൽ എന്നാണ് ഇസ്ലാമിൻ്റെ സാങ്കേതിക ഭാഷയിൽ പറയുക. ആളുകൾക്ക് അറിയില്ല എന്നതുകൊണ്ട് ഇസ്ലാമിലെ ഒരു കാര്യം, വിലക്കപ്പെട്ട ഒരു കാര്യം അനുവദനീയമാവുകയില്ല. അപ്പോൾ ഹദീസ് ചോദിച്ച ആളുകൾക്ക് ഹദീസ് ഇട്ട്, ഇനിയും ഹദീസുകൾ ഇഷ്ടംപോലെ ഉണ്ട്, ആളുകൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് സൂചിപ്പിച്ചു. ഏതായാലും ഹദീസും ഹദീസിനെ വെച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ അഭിപ്രായം വീക്ഷണം 4 മദ്ഹബിൻ്റെയും അഭിപ്രായം ഇതാണെന്ന് പറയുന്നതോടുകൂടി നമ്മുടെ നാട്ടിൽ സ്ഥിരമായി നടക്കുന്നുണ്ട് എന്നുള്ളത് ഇതിനൊരു വിഷയമാവുകയില്ലല്ലോ. ഇനി നോക്ക്, യഥാർത്ഥത്തിൽ 2 വഴി ഇവർക്ക് ചെയ്യാം. ഇന്നൊരു ജ്വല്ലറിയിൽ 10,000 രൂപ ഒരാൾ കൊണ്ടുപോയി കൊടുത്താൽ അയാൾക്ക് അപ്പം തന്നെ ആ സ്വർണം കൊടുക്കാമല്ലോ. ആ സ്വർണം അപ്പം തന്നെ ഇതാ നിങ്ങളെ 10,000 രൂപയ്ക്ക് തുല്യമായ സ്വർണം 1 ഗ്രാമാണെങ്കിൽ 1 ഗ്രാം അപ്പം തന്നെ കൊടുക്കാം. അതിനെന്താ കുഴപ്പം? സൂക്ഷിച്ചു വെച്ചാൽ മതി. അവർ സ്വർണം സൂക്ഷിക്കുന്നു, ഇവരും സ്വർണം സൂക്ഷിക്കുന്നു, അപ്പോൾ ഇവർ സ്വർണം സൂക്ഷിക്കണം. എന്തിനാ പിന്നെ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഈ കാശ് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, സൂക്ഷിച്ചു വെക്കാം. ഈ കാശും അയാൾക്ക് സൂക്ഷിച്ചു വെക്കാം. വിവാഹത്തിന്റെ സമയത്ത് സ്വർണം വാങ്ങിയാൽ മതി. അപ്പോൾ ഏതായിരുന്നാലും സ്വർണം വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്ന ദിവസം തന്നെ പണം കൊടുക്കുകയും സ്വർണം വാങ്ങുകയും ചെയ്യും. അല്ല, ആ സമയം തന്നെ രാവിലെ കാശ് കൊടുത്ത് വൈകുന്നേരം വാങ്ങിയാൽ പറ്റൂല. ആ സമയം തന്നെ യദംബിയത് എത്ര ക്ലിയറാ. എന്താ യദംബിയത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കതാ. വേറെ ഹദീസല ഇല്ലാ ഹാ വഹാൻ ഇതാ പിടിച്ചോ കൊണ്ടാ, ആ രീതിയിലായിരിക്കും. ബുഖാരിയല്ല ഇല്ലാ ഹാ വഹാ ഇതാ പിടിച്ചോ കൊണ്ടാ, ആ രീതിയിൽ വേണം. അങ്ങനെ പ്രാക്ടിക്കലായി റസൂൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് സ്വർണ്ണ കച്ചവടക്കാർക്ക് വേഗം മനസ്സിലാവും. അപ്പം വാങ്ങിയാലുള്ള ഗുണം എന്താണെന്നും അപ്പോൾ വാങ്ങിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നും അവർക്ക് വേഗം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ അതൊക്കെ കണ്ടിട്ട് നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ശുക്രൻ, ജസാക്കുമുല്ലാഹ്. എല്ലാവർക്കും തൃപ്തികരമായിട്ട് അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതിൽ ഉസ്താദ് വേറൊരു ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് ഇതിപ്പോൾ നമ്മൾ സ്വർണം അഡ്വാൻസ് കാശ് കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്, ബുക്ക് ചെയ്തൊരു കാര്യമാണല്ലോ. അതേപോലെ തന്നെ സ്വർണം വാങ്ങാൻ ഒരു മനുഷ്യൻ്റെ അടുത്ത് വിവാഹം എത്തുന്ന സമയത്ത് പണം പൂർണ്ണമായി ഉണ്ടാവുകയില്ല. സാധാരണ നടക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലൊക്കെ മക്കളെ കെട്ടിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, പിന്നെ പൈസ കിട്ടുമല്ലോ കല്യാണത്തിനന്ന്, സുഹൃത്തുക്കളും അയൽവാസികളും കുടുംബക്കാരൊക്കെ ഒരു സംഖ്യ കൊണ്ടുവന്ന് തരും. അപ്പോൾ അത് തന്നിട്ട് അടക്കാം, നാളെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ കൊണ്ടുവന്ന് തരാം, ഒരു 10 പവൻ സ്വർണം തരുന്നുണ്ടോ. അതായത് നമ്മൾ ഒരാൾ വന്നിട്ട് ഒരാൾക്ക് വിവാഹം എത്തുമ്പോൾ ഒരുപാട് ചിലവുകളായിരിക്കും. അപ്പോൾ സ്വർണം വാങ്ങാനുള്ള പണം ഈ കല്യാണം കഴിയുമ്പോൾ എല്ലാവരും കൂടെ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരും തന്നതിന് ശേഷം കടയിൽ കൊണ്ട് ജ്വല്ലറി കൊണ്ടുപോയി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ജ്വല്ലറിത്തെ ഉടമയോട് അത് സ്വർണം വാങ്ങുക, കടമായി വാങ്ങണം, അഡ്വാൻസ് കുറച്ച് കൊടുത്തിട്ട് വാങ്ങുന്നത്. ഇത് നാട്ടിൽ സ്ഥിരം നടക്കുന്ന ഒരു പണിയാണ്. കണ്ടാൽ അതിനൊരു പ്രയാസവും ഇല്ലേനു. പിന്നെ ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ എല്ലാം അങ്ങനെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു 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 കാരുണ്യത്തിന്റെ ഒരു ഇടം കൂടെ ഒരു ഇതും കൂടെ അതിലുണ്ടല്ലോ. ഒരു കടം കൊടുക്കുക, ആ സമയത്ത് അയാളോട് ചെയ്യാൻ പറ്റുന്ന ഒരു കനിവ് കൂടിയാണല്ലോ. എന്നാൽ ഇസ്ലാമിൻ്റെ അതിൻ്റെ ആധികാരികമായി പ്രാമാണികമായി അതിൻ്റെ ഇവിടെ ഈ കാരുണ്യം ദയ എന്നൊക്കെ പറയുന്നിടത്തിൽ അക്ഷരിയിലല്ല,
സ്വർണം എന്ന് പറഞ്ഞാൽ ഒരാൾ പട്ടിണി മാറ്റാൻ തിന്നുന്ന സാധനത്തിൻ്റെ പേരോ അസുഖമായാൽ ചികിത്സയ്ക്കുള്ള മരുന്നിൻ്റെ പേരൊന്നല്ല. ഇതൊരു ആഡംബരത്തിൻ്റെ പേരാണ് ഒന്ന്. ഇനിയിപ്പോൾ അത് ആഡംബരം എന്നല്ല, ആവശ്യമാണെന്ന് തന്നെ മനസ്സിലാക്കുക. എന്നാൽ പോലും ഇവിടെയും നേരത്തെ പറഞ്ഞ സ്പോട്ടിൽ യഥം നിർബന്ധമാണ്. കടം വാങ്ങൽ പറ്റൂല. പക്ഷേ വേറൊന്ന് ചെയ്യാം. ഇവിടെ സ്വർണത്തിന് സ്വർണ്ണമായിട്ട് കടം വാങ്ങാം. ഉദാഹരണം പറയാം, ഞാൻ നിങ്ങളടുത്തുനിന്ന് ഒരു 20 പവൻ സ്വർണം ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നു കടമായിട്ട്. അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താ തരേണ്ടത്? സ്വർണ്ണമാണ് തിരിച്ചു തരേണ്ടത്. ഞാൻ തിരിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് പറയാം എന്ത്? സ്വർണത്തിന് പകരം അതിൻ്റെ വില എന്നാൽ മതി നിങ്ങൾക്ക് പറയാം. അപ്പം നിങ്ങളും ഞാനും തമ്മിൽ ഇടപാടിൽ എങ്ങനെ ഉണ്ടാകുക? രേഖയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് 20 പവൻ സ്വർണം കടമായിട്ട്, സ്വർണം കടമായിട്ട് വാങ്ങി. എൻ്റെ രേഖയിൽ ഞാൻ എഴുതി വെക്കേണ്ടത് ഞാൻ ഇന്നയാൾക്ക് 20 പവൻ തിരിച്ചു കൊടുക്കണം, അത് കടമായിട്ട് വാങ്ങിച്ചതാണ് എന്ന രൂപത്തിൽ വാങ്ങിക്കാം. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. 2, നിങ്ങളുടെ അടുത്തുനിന്ന് ഞാൻ ഇപ്പോൾ വാങ്ങിക്കുന്നത് 5 ലക്ഷത്തിനുള്ള സ്വർണ്ണമെന്ന് വിചാരിച്ചോ. 5 ലക്ഷം ഞാൻ നിങ്ങളോട് കടം വാങ്ങുക. 5 ലക്ഷം ആദ്യം തന്നെ. അപ്പോൾ നിങ്ങൾ എനിക്ക് 5 ലക്ഷം കടം തന്ന ഇതാണ്, സ്വർണം തന്നതല്ല. നിങ്ങൾ എനിക്ക് 5 ലക്ഷം കടം തന്നെന്ന് രേഖപ്പെടുത്തി വെക്കും. ഞാൻ രേഖപ്പെടുത്തി വെക്കാം ഞാൻ നിങ്ങൾക്ക് 5 ലക്ഷം കടം അടക്കാനുണ്ട്, വീട്ടാനുണ്ട് എന്ന് ഞാനും എഴുതി വെക്കും. അപ്പം നമ്മൾ തമ്മിൽ ഇടപാട് സാമ്പത്തിക ഇടപാടാണ്. അത് കടം, അത് കുഴപ്പമില്ല. അപ്പം ഇത് രണ്ടും പറ്റും. അല്ലാതെ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് 20 പവൻ സ്വർണം വാങ്ങിച്ചു, അതിൻ്റെ വില അടുത്ത ആഴ്ച അല്ലെങ്കിൽ കൊടുക്കാനുണ്ട് എന്ന് അത് പറ്റില്ല. കാരണം ഖബള് നടക്കുന്നില്ല. ഇദാ കാന യദം ബിയദ് എന്ന നിയമം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടെ നടക്കുന്നില്ല.